Constructors and destructors. First topic, constructors. Object-oriented languages provide some special mechanism to initialize an object automatically at the beginning of its lifetime, which is known as a constructor. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പം അതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് കൺസ്ട്രക്റ്റേഴ്സാണ്. അതായത് ഒരു ഒബ്ജക്റ്റിൽ ഒബ്ജക്റ്റ് ആട്രിബ്യൂട്ട്സ് ഉണ്ടായിരിക്കും. അതിലേക്ക് ഇനിഷ്യൽ വാല്യൂസിനെ സെറ്റ് ചെയ്യുന്നത് ആരാണ്? കൺസ്ട്രക്റ്റേഴ്സാണ്. ഒബ്ജക്റ്റ് ഓഫ് എ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ കൺസ്ട്രക്റ്റേഴ്സിനെ കോൾ ചെയ്യുന്നത്. A special member function having same name as that of its class, which is used to initialize some valid value to the member function. Constructors should be declared in the public section of the class. ഒരു ക്ലാസിൻ്റെ പബ്ലിക് സെക്ഷനിൽ തന്നെ ആയിരിക്കണം കൺസ്ട്രക്റ്റേഴ്സിനെ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇനി അടുത്ത പറയുന്നത് അതിൻ്റെ എക്സിക്യൂഷൻ ഓർഡർ ഓഫ് കൺസ്ട്രക്റ്റേഴ്സ് ആണ്. ഫസ്റ്റ് കൺസ്ട്രക്ടർ ഓഫ് ബേസ് ക്ലാസ്സസ്, കൺസ്ട്രക്ടർ ഓഫ് ഡിറൈവ്ഡ് ക്ലാസ്, കൺസ്ട്രക്ടർ ഓഫ് ക്ലാസ് ഇറ്റ്സെൽഫ്. ഈ കുറച്ച് കീ പോയിൻറ്റ്സ് ഉണ്ട് നമ്മൾ കൺസ്ട്രക്റ്റേഴ്സിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ ഓർത്തിരിക്കേണ്ടത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ക്ലാസ് നെയിം തന്നെയാണ് കൺസ്ട്രക്റ്റേഴ്സും യൂസ് ചെയ്യുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റേഴ്സിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലായിട്ടായിരിക്കും. whenever the object is created. Constructor does not have a return type, not even void. ഒരു ക്ലാസ്സിൽ ഒന്നിലധികം കൺസ്ട്രക്റ്റേഴ്സിനെ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റും. പക്ഷേ ഓരോന്നിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് അതിൻ്റെ പാരാമീറ്റർ ലിസ്റ്റ് വെച്ചിട്ടായിരിക്കും. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്ട്രക്റ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനിഷ്യലൈസേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ആയിരിക്കത്തില്ല. ഇനി സ്മോൾ ടോക്ക്, ഈഫിൽ, C++, ജാവ, അതുപോലെ C#, ഇവിടെ നമ്മൾ കൺസ്ട്രക്റ്റേഴ്സിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് ബൈ ദ നമ്പർ ആൻഡ് ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ് വെച്ചിട്ടാണ്. ഇനി സ്മോൾ ടോക്ക് ആൻഡ് ഈഫിൽ ആ ഒരു ലാംഗ്വേജസ് എടുക്കുകയാണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റേഴ്സിന് ഡിഫറെൻറ്റ് നെയിംസ് ആയിരിക്കും. അടുത്ത സ്മോൾ ടോക്സ് റിസംബിൾസ് ഈഫിൽ ഇൻ ദ യൂസ് ഓഫ് മൾട്ടിപ്പിൾ നെയിംഡ് കൺസ്ട്രക്റ്റേഴ്സ്. ഇനി മോഡുലാർ 3 ആൻഡ് ഒബ്രോൺ പ്രൊവൈഡ്സ് നോ കൺസ്ട്രക്റ്റേഴ്സ് അറ്റ് ആൾ. ദ പ്രോഗ്രാമേഴ്സ് മസ്റ്റ് ഇനിഷ്യലൈസ് എവറിത്തിങ് എക്സ്പ്ലിസിറ്റ്ലി. അടുത്ത ഈ മോഡുലോ ഒബ്രോൺ അതുപോലുള്ള എടുക്കുകയാണെങ്കിൽ അവിടെ കൺസ്ട്രക്റ്റേഴ്സിനെ പ്രൊവൈഡ് ചെയ്യത്തില്ല. അവിടെ പ്രോഗ്രാമേഴ്സ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വേണം കൺസ്ട്രക്റ്റേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ. അടുത്ത ADA 95 സപ്പോർട്ട് കൺസ്ട്രക്റ്റേഴ്സ് ആൻഡ് ഡിസ്ട്രക്റ്റേഴ്സ്. ADA 95 കൺസ്ട്രക്റ്റേഴ്സും ഡിസ്ട്രക്റ്റേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കിന് കൺസ്ട്രക്റ്ററിൻ്റെ സിൻടാക്സ് ആണ്. കൺസ്ട്രക്റ്ററിൻ്റെ സിൻടാക്സ് പറയുമ്പോഴത്തേക്കിന് ക്ലാസ് നെയിം, കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്തു, പബ്ലിക്, ക്ലാസ് നെയിം, പാരാമീറ്റർ ലിസ്റ്റ്, കേർലി ബ്രേസസ് ക്ലോസ് ചെയ്തു. നമ്മൾ ആദ്യമേ കൺസ്ട്രക്ടറിൻ്റെ ഡെഫിനേഷനൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു, ക്ലാസിൻ്റെ പേര് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുമ്പോഴും കൊടുക്കുന്നത്. അപ്പം ക്ലാസ്സിന് എന്താണ് പേര് കൊടുക്കുന്നത് ആ സെയിം നെയിം വെച്ചിട്ടാണ് നമ്മളിവിടെ കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഇവിടെ പാരാമീറ്റർ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ഒരു ക്ലാസ്സിൽ തന്നെ നമുക്ക് ഒന്നിലധികം കൺസ്ട്രക്ടേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഓരോ കൺസ്ട്രക്ടറിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നതിന് വേണ്ടി C++, ജാവ അതുപോലത്തുള്ള കേസസിലൊക്കെ നമ്മൾ ടൈപ്പ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് നോക്കിയിട്ടാണ് അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഒരു കൺസ്ട്രക്ടറിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത്. അടുത്ത നോക്കുമ്പോഴത്തേക്കിന് കൺസ്ട്രക്ടേഴ്സ് എന്താണെന്ന് ഓൾറെഡി നമുക്കറിയാം. എന്നാലും കൺസ്ട്രക്ടർ ആർ സ്പെഷ്യൽ ക്ലാസ് ഓഫ് ഫങ്ഷൻസ് വിച്ച് പെർഫോം ഇനിഷ്യലൈസേഷൻ ഓഫ് എവറി ഒബ്ജക്റ്റ്. കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഒരു സ്പെഷ്യൽ ക്ലാസ് ഫംഗ്ഷനാണ്. അത് എല്ലാ ഒബ്ജക്ട്സിൻ്റെയും ഇനിഷ്യലൈസേഷനാണ് അവിടെ നടക്കുന്നത്. ദ കമ്പൈലർ കോൾസ് ദ കൺസ്ട്രക്ടർ വെനെവർ ആൻ ഒബ്ജക്റ്റ് ഈസ് ക്രിയേറ്റഡ്. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ആകുമ്പോഴത്തേക്കും കൺസ്ട്രക്ടർ എന്ത് ചെയ്യും? കമ്പൈലർ എന്ത് ചെയ്യും? കൺസ്ട്രക്ടറിനെ കോൾ ചെയ്യും. Constructor initialize values to object members after storage is allocated to the object. നമ്മൾ ഒബ്ജക്റ്റ് സ്റ്റോറേജ് അലോക്കേറ്റ് ചെയ്യും എപ്പോഴാണ്? കൺസ്ട്രക്ടറിന് ആവശ്യമായിട്ടുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്യും എപ്പോൾ? ഒബ്ജക്റ്റ് ക്രിയേറ്റഡ് ആകുമ്പോഴത്തേക്കിന്. അടുത്തത് നമ്മൾ സെയിം സിൻടാക്സിൽ തന്നെയുള്ളൊരു പ്രോഗ്രാമാണ്, ചെറിയ പ്രോഗ്രാം. ക്ലാസ് എ, കേർലി ബ്രേസസ് ഓപ്പൺ, ഇൻറ്റ് എക്സ്, പബ്ലിക് എ ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കിന് ക്ലാസ് എ എന്ന് പറയുന്ന ഒരു ക്ലാസ്, അതിന് ഇൻറ്റ് എക്സ്, ആട്രിബ്യൂട്ട് എക്സ്, പബ്ലിക് എ. നമ്മൾ ക്ലാസ്സിൻ്റെ പേര് എ ആണ്, ആ സെയിം നെയിം വെച്ച് തന്നെ കൺസ്ട്രക്ടറും നമ്മൾ പറയാണ് പബ്ലിക് എ ഓഫ്. അടുത്തെന്ന് പറയുമ്പോഴത്തേക്കിന് C++ൻ്റെ ബേസിസിലാണെങ്കിൽ ഒരു കൺസ്ട്രക്ടറിൻ്റെ എക്സാമ്പിൾ പറയണം. ക്ലാസ് റെക്റ്റാങ്കിൾ നമ്മൾ എന്ത് ചെയ്തു? ക്ലാസ്സിനെ ക്രിയേറ്റ് ചെയ്തു, പ്രൈവറ്റ് ഇൻറ്റ് ലെങ്ത് ബ്രെഡ്ത്ത് ആട്രിബ്യൂട്ട്സ് കൊടുത്തു, പബ്ലിക് റെക്റ്റാങ്കിൾ അവിടെ എന്ത് ചെയ്തു? കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തു, ലെങ്ത് = 5, ബ്രെഡ്ത്ത് = 6. കൺസ്ട്രക്ടേഴ്സിൻ്റെ ആട്രിബ്യൂട്ട്സിന് നമ്മൾ എന്ത് ചെയ്തു കൊടുത്തു? വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തു.
പിന്നെ എന്ത് ചെയ്തു, വോയിഡ് മെയിൻ ഇൻറ്റ് എ ഓഫ് ലെങ്ത് ഇൻറ്റ് ബ്രെഡ്ത്ത് സി ഔട്ട് ഏരിയ ഈസിക്കൽ ടു. ഏരിയ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ അതിനാവശ്യമായിട്ടുള്ള ഓപ്പറേഷൻസ് നടത്താനുള്ള കാര്യങ്ങൾക്ക് കൊടുത്തു. അതിനുശേഷം വോയിഡ് മെയിനിൽ ക്ലാസിൻ്റെ ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യുക. അതെന്ന് വെച്ചാൽ റെക്റ്റാങ്കിൾ R1 ഡോട്ട് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇത് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിനെ കോൾ ചെയ്തു. ഇത് C++ൻ്റെ ബേസിസിൽ കൺസ്ട്രക്ടറിൻ്റെ ഒരു എക്സാമ്പിളാണ്. അടുത്ത് പറയുമ്പോഴത്തേക്കിന് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടേഴ്സ് ആണ്. ജാവയുടെ കേസസിൽ 3 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ ഉണ്ട്. C++ൻ്റെ കേസിലും 3 ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ ഉണ്ട്. ജാവയുടെ കേസിലുള്ളതാണ് ഡീഫോൾട്ട്, നോ ആർഗ്യുമെൻറ്റ്, പാരാമീറ്ററൈസ്ഡ്. C++ൽ 3 ഉണ്ട്, ഡീഫോൾട്ട്, പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ ആൻഡ് കോപ്പി കൺസ്ട്രക്ടർ. അതൊക്കെ നമ്മൾ ഫർദറായിട്ട് ഡിസ്കസ് ചെയ്യും. അതിന് മുമ്പിട്ട് ഈഫിൽ കൺസ്ട്രക്ടർ ആൻഡ് എക്സ്പാൻഡ് ഒബ്ജക്റ്റ്. ഈഫിൽ കൺസ്ട്രക്ടർ എന്ന് പറയുമ്പോഴത്തേക്കിന് ഈഫിൽ എവറി വേരിയബിൾ ഈസ് ഇനിഷ്യലൈസ്ഡ് ടു എ ഡീഫോൾട്ട് വാല്യൂ. അതായത് ഇൻബിൽട്ട് ആയിട്ട് നമ്മൾ ഇവിടെ 0 വെച്ചിട്ടാണ് അതിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഫോർ റെഫറൻസസ് ടു ഒബ്ജക്റ്റ് ദ ഡീഫോൾട്ട് വാല്യൂ ഈസ് വോയിഡ്. സെയിം കാര്യം തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കാം, ന്യൂ ഒബ്ജക്ട്സ് ആർ ക്രിയേറ്റഡ് ബൈ ഇവോക്കിംഗ് ഈഫിൽസ് ക്രിയേഷൻ ഓപ്പറേറ്റർ. അതായത് വാർ ഡോട്ട് ക്രിയേറ്റഡ് ആർക്സ്. ഇവിടെ നിന്ന് പറയുമ്പോഴത്തേക്കിന് വാർ എന്ന് പറയുമ്പോഴത്തേക്കിന് ക്ലാസ് ടിയുടെ ഒരു വേരിയബിളാണ്. വെയർ വാർ ഈസ് എ വേരിയബിൾ ഓഫ് സം ക്ലാസ് ടൈപ്പ് ടി ആൻഡ് ക്രിയേറ്റർ ഈസ് എ കൺസ്ട്രക്ടർ ഫോർ ടി. ഒരു ടി എന്ന് പറയുന്ന ക്ലാസ്സിനൊരു കൺസ്ട്രക്ടറാണ് ക്രിയേറ്റർ എന്ന് പറയുന്നത്. കോമൺ കേസ് വരുമ്പോഴത്തേക്കും വാർ എന്ന് പറയുന്ന റെഫറൻസും ആൻഡ് ദ ക്രിയേഷൻ ഓപ്പറേറ്റർ വിൽ അലോക്കേറ്റ് സ്പേസ് ഫോർ ആൻ ഒബ്ജക്റ്റ് ആൻഡ് ക്ലാസ് ഒബ്ജക്റ്റ് ക്ലാസ് ടി ദെൻ കോൾ ദ ഒബ്ജക്റ്റ് കൺസ്ട്രക്ടർ. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കിന് കൺസ്ട്രക്ടർ അത് കോൾ ചെയ്യും. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കിന് കൺസ്ട്രക്ടറിൽ ആവശ്യമായുള്ള സ്പേസ് അവിടെ അലോക്കേറ്റ് ചെയ്യാണ്. കൺസ്ട്രക്ടറിന് ആവശ്യമായുള്ള സ്പേസ് അലോക്കേറ്റ് ചെയ്യുമ്പോഴത്തെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റും കൺസ്ട്രക്ടറിനെ അത് കോൾ ചെയ്യുകയും ചെയ്യും. Constructor. Default constructor is the constructor which doesn't take any argument. It has no parameter. So constructor which doesn't take any argument is called as a default constructor. അതായത് കൺസ്ട്രക്ടറിനുള്ള ആർഗ്യുമെൻറ്റ്സോ പാരാമീറ്റേഴ്സോ ഒന്നും തന്നെ പാസ് ചെയ്യുന്നില്ലെങ്കിൽ അതിനാണ് ഡീഫോൾട്ട് കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. ദ കൺസ്ട്രക്ടർ ഇസ് കോൾഡ് as soon as the object is created which initializes its data members. If you do not define a constructor explicitly, the compiler will provide a default constructor implicitly. കൺസ്ട്രക്ടർ എന്ന് വെച്ചാൽ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഡാറ്റ മെമ്പേഴ്സിന് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുന്നതിനാണ് നമ്മൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത്. എന്നാൽ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ കൺസ്ട്രക്ടർ ഒന്നും തന്നെ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ കമ്പൈലർ ഡീഫോൾട്ടായിട്ടൊരു കൺസ്ട്രക്ടറിനെ ഡിഫൈൻ ചെയ്യുകയും അതിൻ്റെ ഇൻസ്റ്റൻസ് വേരിയബിൾസിന് ഡീഫോൾട്ട് വാല്യൂസ് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡീഫോൾട്ട് വാല്യൂസ് ഉണ്ടെങ്കിൽ 0 അല്ലെങ്കിൽ നള്ളാവാം. ഇൻറ്റിജർ ടൈപ്പ് ആണെങ്കിൽ 0, സ്ട്രിങ് ക്ലാസ് ഒബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നള്ളായിരിക്കും കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ സിൻറ്റാക്സ് ആണ് ക്ലാസ് നെയിം, കൺസ്ട്രക്ടർ ഡെഫിനിഷൻ. നെക്സ്റ്റ് ഇതിൻ്റെ എക്സാമ്പിളാണ്, ഡീഫോൾട്ട് കൺസ്ട്രക്ടറിൻ്റെ എക്സാമ്പിളാണ് ക്ലാസ് ക്യൂബ്. ഇൻറ്റ് വേരിയബിളായിട്ട് സൈഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. പബ്ലിക് സെക്ഷൻ്റെ അകത്ത് നമ്മൾ കൺസ്ട്രക്ടർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ക്യൂബിൻ്റെ അകത്ത് നമ്മൾ ആർഗ്യുമെൻറ്റ്സോ പാരാമീറ്റേഴ്സോ ഒന്നും തന്നെ പാസ് ചെയ്തിട്ടില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് എൻ ഡീഫോൾട്ട് കൺസ്ട്രക്ടർ. ഇനി കൺസ്ട്രക്ടറിൻ്റെ അകത്ത് സൈഡ് ഇസിക്വൽ ടു 10 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. മെയിൻ ഫംഗ്ഷൻ്റെ അകത്ത് ഒബ്ജക്റ്റ് ക്യൂബിൻ്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ക്യൂബ് സി. സോ ഇവിടെ ക്യൂബ് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇവിടെ കൺസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ആവുകയാണ് ചെയ്യുന്നത്. 0 സൈഡ് എന്ന് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അവിടെ ഔട്ട്പുട്ട് 10 എന്ന് പ്രിൻറ്റ് ചെയ്യും. സപ്പോസ് നമ്മളിവിടെ സൈഡ് ഇസിക്വൽ ടു 10 എന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ പ്രിൻറ്റ് ചെയ്യുന്ന വാല്യൂ 0 എന്നായിരിക്കും. Parameterized constructor. Parameterized constructors are the constructors with a parameter. That is, if a constructor may hold parameter, then it is termed as a parameterized constructor. Using this constructor, you can provide different values to data members of different objects by passing the appropriate values as arguments. അപ്പോൾ നമുക്ക് പല ഒബ്ജക്റ്റിൻ്റെ പല ഡേറ്റ മെമ്പേഴ്സിന് വാല്യൂസ് പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ നമുക്ക് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടർ കൺസെപ്റ്റ് യൂസ് ചെയ്യാം. The constructor that can take arguments are called parameterized constructor.
C++ permits us to achieve this object by passing arguments to the constructor function when the object are created. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിളിലോട്ട് പോവാം. ക്ലാസ് ക്യൂബ്, then public int slide, then cube int x. ക്യൂബ് എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റർ ആണ്, കൺസ്ട്രക്റ്റർ വിത്ത് പാരാമീറ്റർ. ദെൻ സൈഡ് എക്സ്, ഇവിടെ ഇൻറ്റ് മെയിനിൽ എന്ത് ചെയ്യും, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് സെൻറ്റൻസിൽ തന്നെ എന്താ പറഞ്ഞത്, ഡിഫറെൻറ്റ് വാല്യൂസ് ആർഗ്യുമെൻറ്റ്സ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ക്യൂബ് C1 of 10, then cube C2 of 20, അതിൻ്റെ ആർഗ്യുമെൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് 20 ആണ്. ദെൻ ക്യൂബ് C3 of 30, ദെൻ Cout C1 ഡോട്ട് സൈഡ്, അപ്പോൾ അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് 10 ആണ്. ദെൻ Cout C2 ഡോട്ട് സൈഡ്, അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് 20 ആണ്. Cout C3 ഡോട്ട് സൈഡ്, അവിടെ പ്രിൻറ്റ് ചെയ്യുന്നത് 30 ആണ്. അതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 10, 20, 30 ആണ്. ഇതാണ് പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്റ്റർ. In order to initialize various data elements of different objects with different values when they are created. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കാം. ക്ലാസ് റെക്റ്റാങ്കിൾ, പ്രൈവറ്റ് ഇൻറ്റ് ലെങ്ത് ബ്രെത്ത് ആട്രിബ്യൂട്ട് വെച്ചു. ഇനി ദെൻ പബ്ലിക് റെക്റ്റാങ്കിൾ, അതായത് കൺസ്ട്രക്റ്റർ ക്രിയേറ്റ് ചെയ്തു. ക്ലാസിൻ്റെ സെയിം നെയിം തന്നെയാണ്. റെക്റ്റാങ്കിൾ ഇൻറ്റ് എ ഇൻറ്റ് ബി, അതായത് പാരാമീറ്റർ. ദെൻ ലെങ്ത് എ ഈക്വൽ ടു ബി, ബ്രെത്ത് ഈക്വൽ ടു ദെൻ ലെങ്ത് ഈക്വൽ ടു എ, ബ്രെത്ത് ഈക്വൽ ടു ബി. ഇനി വരുന്നത് ഇൻറ്റ് ഏരിയ. നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫങ്ഷനാണ്. ഇൻറ്റ് എ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെത്ത്. കൗണ്ട് ഏരിയ ഈസ് എ. ഇനി എന്താ വേണ്ടത്, ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ക്ലാസ് റെക്റ്റാങ്കിളിൻ്റെ 2 ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, R1 R2. റെക്റ്റാങ്കിൾ R1 ഓഫ് 5,6, റെക്റ്റാങ്കിൾ R2 ഓഫ് 7,8. 2 ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് പാസ് ചെയ്യുന്നത്. R1 ഡോട്ട് ഏരിയ എന്ന് പറയുന്നത് 5,6 എന്നുള്ള വാല്യൂസ് പോകുന്നു. അപ്പോൾ ഏരിയയിൽ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ആണ്, അതായത് 5 ഇൻറ്റു 6. അത് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നു. അതുപോലെ തന്നെ R2ലും കിട്ടും. Next is copy constructor. Copy constructor is a constructor that creates a new object using an existing object of the same class. സെയിം ക്ലാസ്സിലെ എക്സിസ്റ്റിംഗ് ഒബ്ജക്ട്സ് വെച്ചിട്ട് പുതുതായിട്ടൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. Initialize each data member of newly created object with corresponding data members of existing object passed as an argument. ഒരു പുതിയ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡേറ്റ മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്, അതായത് ആ ഡേറ്റ മെമ്പേഴ്സ് ഇനിഷ്യലൈസേഷൻ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റിൻ്റെ ഡേറ്റ മെമ്പേഴ്സ് വെച്ചിട്ടാണ്. Since it creates a copy of an existing object, so it is called copy constructor. These are special types of constructor which takes an object as arguments and is used to copy values of data members of one object into other object. ഇനി അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ക്ലാസ് കൗണ്ടർ, then int c, then public counter of int a,
അതെന്ന് പറയുന്നത് ഒരു സിംഗിൾ പാരാമീറ്റർ കൺസ്ട്രക്ടറാണ്. സി ഈക്വൽ ടു എ. ഇനി കൗണ്ടർ ആൻഡ് ഒ ബി. ഇവിടെ ഒ ബി എന്ന് പറയുന്നത് ഓൾഡ് ഒബ്ജക്റ്റ് ആണ്. ദെൻ കോപ്പി കൺസ്ട്രക്ടർ, ദെൻ സി ഔട്ട് കോപ്പി കൺസ്ട്രക്ടർ ഇൻവോക്ഡ്. അതായത് കോപ്പി കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ഒബ്ജക്റ്റിലെ വാല്യൂസ് പുതുതായി ക്രിയേറ്റ് ചെയ്യുന്നു, ഒബ്ജക്റ്റിലേക്ക് കോപ്പി ചെയ്യുവാണ്. അപ്പോൾ ഇവിടെ ഒബ്ജക്റ്റിനെ തന്നെ ആർഗ്യുമെൻ്റായിട്ട് എടുക്കുവാണ്. ദെൻ സി ഈക്വൽ ടു ഒ ബി ഡോട്ട് സി, ദെൻ വോയിഡ് ഷോ സി ഔട്ട് സി വോയിഡ് മെയിൻ. ഇനി നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യണം. counter C1 of 10, counter C2 of C1. Then C1 dot show C2 dot show. അപ്പോൾ ഇതിലെ റിസൾട്ട് എന്ന് പറയുന്നത് 10 തന്നെയാണ്, സെയിം വാല്യൂ ആണ് പാസ് ചെയ്യുന്നത്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഡിസ്ട്രക്ടേഴ്സ്. ഡിസ്ട്രക്ടേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ മെമ്പർ ഫംഗ്ഷൻ ഹാവിങ് സെയിം നെയിം ആസ് that of constructor, but it is preceded by a tilde symbol and is executed automatically when object of a class is destroyed. അതൊരു മെമ്പർ ഫംഗ്ഷനാണ്. അതിന് കൺസ്ട്രക്ടറിൻ്റെ അതേ പേരായിരിക്കും, പക്ഷേ അതിന് മുമ്പ് പ്രിസീഡ് ചെയ്തുകൊണ്ട് ഒരു ടിൽഡ് സിമ്പിൾ കാണും. ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിയുമ്പോൾ ഒരു ക്ലാസ് ഡിസ്ട്രോയ് ആയി കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്യുന്നു. എ ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ ഈസ് കോൾഡ് ഓട്ടോമാറ്റിക്കലി വെൻ ദ ഒബ്ജക്റ്റ് ഗോസ് ഔട്ട് ഓഫ് സ്കോപ്പ്. ഒരു ഒബ്ജക്റ്റ് ഔട്ട് ഓഫ് സ്കോപ്പ് ആകുമ്പോഴത്തേക്കും ഡിസ്ട്രക്ടർ ഫംഗ്ഷൻ ഓട്ടോമാറ്റിക്കലായിട്ട് കോൾ ചെയ്യുന്നു. ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഫംഗ്ഷൻ എൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പ്രോഗ്രാം എൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബ്ലോക്കിനകത്ത് ടെമ്പററി വേരിയബിൾ എൻഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഡിലീറ്റ് ഓപ്പറേറ്റർ വിളിക്കുമ്പോഴോ ആണ് ഔട്ട് ഓഫ് സ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി കീ പോയിൻറ്റ്സ് വൈൽ ഡിഫൈനിങ് ഡിസ്ട്രക്ടേഴ്സ്. A destructor has same name as that of class to which it belongs preceded by tilde sign. ഒരു ഡിസ്ട്രക്ടറിന് അത് ഏത് ക്ലാസ്സിലാണോ ബിലോങ് ചെയ്യുന്നത് അതിൻ്റെ അതേ പേരായിരിക്കും, പക്ഷേ അതിനെ പ്രിസീഡ് ചെയ്തുകൊണ്ട് ഒരു ടിൽഡ് സൈൻ കാണും. അടുത്തതെന്ന് വെച്ചാൽ എ ഡിസ്ട്രക്ടർ ഈസ് എക്സിക്യൂട്ടഡ് ഓട്ടോമാറ്റിക്കലി വെൻ എവർ ദ ഒബ്ജക്റ്റ് ഈസ് ഡിസ്ട്രോയിഡ്. ഡിസ്ട്രക്ടർ എപ്പോഴാണോ ഒരു ഒബ്ജക്റ്റ് ഡിസ്ട്രോയ് ആവുന്നത് അപ്പോഴെല്ലാം ഡിസ്ട്രക്ടർ ഓട്ടോമാറ്റിക്കലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. A destructor doesn't have a return type, not even void and no arguments. ഡിസ്ട്രക്ടറിന് ഒരു റിട്ടേൺ ടൈപ്പ് ഇല്ല, വോയിഡ് ഇല്ല, ഒരു ആർഗ്യുമെൻറ്റ്സും ഇല്ല. ദർ ഈസ് ഓൺലി വൺ ഡിസ്ട്രക്ടർ ഇൻ ക്ലാസ്. ഒരു ക്ലാസ്സിൽ ഒരു ഡിസ്ട്രക്ടർ മാത്രമേ കാണത്തുള്ളൂ. ഇഫ് യു ഡോണ്ട് പ്രൊവൈഡ് എ ഡിസ്ട്രക്ടർ ഓഫ് യുവർ ഓൺ ദെൻ ദ കമ്പൈലർ ജനറേറ്റ് എ ഡിഫോൾട്ട് ഡിസ്ട്രക്ടർ. ഇപ്പോൾ നമ്മളൊരു ഡിസ്ട്രക്ടർ പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ കമ്പൈലർ ഒരു ഡിഫോൾട്ട് ഡിസ്ട്രക്ടർ ജനറേറ്റ് ചെയ്യും. A destructor can be used to deallocate memory for an object and declare in the public section. ഈ ഡിസ്ട്രക്ടർ എപ്പോഴാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്? ഒരു മെമ്മറിയിൽ ഒരു ഒബ്ജക്റ്റിനെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യം കഴിഞ്ഞ് അതിനെ ഡീഅലോക്കേറ്റ് ചെയ്യാനായിട്ട് മെയിനായിട്ടും ഡിസ്ട്രക്ടർ യൂസ് ചെയ്യുന്നത്. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രക്ടേഴ്സിൻ്റെ സിൻറ്റാക്സും പിന്നെ നീഡ് ഫോർ ഡിസ്ട്രക്ടേഴ്സും ആണ്. നീഡ് ഫോർ ഡിസ്ട്രക്ടേഴ്സിൻ്റെ അകത്ത് ഫസ്റ്റ് പോയിന്റ്, ടു ഡി ഇനിഷ്യലൈസ് ദ ഒബ്ജക്ട്സ് വെൻ ദേ ആർ ഡിസ്ട്രോയ്ഡ്. ഒരു ഒബ്ജക്റ്റ് അതിൻ്റെ യൂസ് കഴിഞ്ഞ് ഡിസ്ട്രോയ് ആവുന്ന ടൈമിൽ അതിന് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വാല്യൂസിനെല്ലാം ഡി ഇനിഷ്യലൈസ് ചെയ്യലാണ് ഡിസ്ട്രക്ടേഴ്സിൻ്റെ ഫസ്റ്റ് ഡ്യൂട്ടി. ഇനി സെക്കൻഡ് പോയിന്റ്, ടു ക്ലിയർ മെമ്മറി സ്പേസ് ഒക്കുപ്പൈഡ് ബൈ എ ഡേറ്റ മെമ്പർ. ഒരു ഡേറ്റ മെമ്പറിന് അതിൻ്റെ യൂസിന് വേണ്ടിയിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുത്ത മെമ്മറി സ്പേസ് എല്ലാം അതിൻ്റെ ആവശ്യം കഴിഞ്ഞ ഉടനെ ഡി അലോക്കേറ്റ് ചെയ്യുക, അതായത് ആ മെമ്മറി സ്പേസിനെ ക്ലിയർ ചെയ്യുക എന്നതാണ് ഡിസ്ട്രക്ടേഴ്സിൻ്റെ അടുത്ത ഡ്യൂട്ടി. ഇനി സിൻറ്റാക്സ്, ഡിസ്ട്രക്ടേഴ്സിൻ്റെ സിൻറ്റാക്സ് ആണ് അടുത്തത്. ഇവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ നെയിം ക്ലാസ് നെയിം എന്നാണ്. അതിൻ്റെ അകത്ത് പബ്ലിക് പാർട്ടിൻ്റെ അകത്ത് നമ്മളൊരു ഡിസ്ട്രക്ടറിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നു. ഡിസ്ട്രക്ടറിന് നമ്മുടെ ക്ലാസ്സിൻ്റെ സെയിം നെയിം തന്നെ ആയിരിക്കും, വിച്ച് വിൽ ബി പ്രിസീഡിങ് വിത്ത് എ ടിൽഡ് സിമ്പിൾ. ഡിസ്ട്രക്ടേഴ്സിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ടിൽഡ് സിമ്പിൾ ഉണ്ടായിരിക്കും. അതിന് ശേഷം അതിൻ്റെ അകത്ത് പാരാമീറ്റർ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ക്ലാസ്സിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ഡിസ്ട്രക്ടേഴ്സിന് ഒരു എക്സാമ്പിളാണ്. ആദ്യമേ ഒരു പ്രോഗ്രാം #include iostream.h, #include conio.h. നെക്സ്റ്റ് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ്, ക്ലാസ് വിത്ത് ക്ലാസ് നെയിം കൗണ്ടർ.
ഇനി ആ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മളൊരു വേരിയബിൾ ഐ ഡി എന്ന് പറയുന്നൊരു വേരിയബിളിനെ ഇനിഷ്യലൈസ് ചെയ്യാണ് ഇൻറ്റ് ഐ ഡി. ഇനി നെക്സ്റ്റ് നമുക്ക് പബ്ലിക് പാർട്ടിൽ നമ്മളൊരു കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തു. കൺസ്ട്രക്ടറിന് നമ്മുടെ ക്ലാസ്സിൻ്റെ സെയിം നെയിം തന്നെയാണ് കൗണ്ടർ. കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമ്മൾ പാരാമീറ്റർ വാല്യൂ കൊടുത്തിട്ടുണ്ട് ഇൻറ്റ് ഐ. ഇതൊരു പാരാമീറ്ററൈസ്ഡ് കൺസ്ട്രക്ടറാണ്. ആർഗ്യുമെൻറ്റിൻ്റെ വാല്യൂ ഇൻറ്റ് ഐ എന്ന് കൊടുത്തു. ഇനി ആ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് നമ്മൾ ഐ ഡിയുടെ വാല്യൂ ഐ എന്ന് ഇനിഷ്യലൈസ് ചെയ്തു. ഐ ഡിയുടെ വാല്യൂ നമ്മൾ ഐ എന്ന് കൊടുത്തു. ഇനി നമ്മൾ ഐ ഡിയുടെ വാല്യൂ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്. സി ഔട്ട് കൺസ്ട്രക്ടർ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ഐ ഡി ഈക്വൽ ടു ഐ ഡിയുടെ വാല്യൂ. അതിന് ശേഷം ആ കൺസ്ട്രക്ടർ നമ്മൾ ക്ലോസ് ചെയ്തു. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്ട്രക്ടേഴ്സിനെ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുകയാണ്. അതേണ്ട ക്ലാസ് നെയിം തന്നെയാണ് കൗണ്ടർ വിത്ത് അതിന് തൊട്ട് മുമ്പ് ഒരു ടിൽഡ് സിമ്പലുണ്ട്. ഇനി ഡിസ്ട്രക്ടേഴ്സിൻ്റെ വാല്യൂ നമ്മൾ പ്രിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സി ഔട്ട് ഡിസ്ട്രക്ടർ വിത്ത് ഐ ഡി ഈക്വൽ ടു ഐ ഡിയുടെ വാല്യൂ. അതിനുശേഷം ഡിസ്ട്രക്ടറിനെ ക്ലോസ് ചെയ്തു. അവസാനം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിനെയും ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ മെയിൻ പാർട്ടിലോട്ട് പോവുകയാണ്. വോയിഡ് മെയിൻ പാർട്ടിൻ്റെ അകത്ത് നമ്മൾ 3 ഒബ്ജക്ട്സിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. C1, C2 ആൻഡ് C3. ഫസ്റ്റ് ഒബ്ജക്റ്റ് കൗണ്ടർ C1 ഓഫ് 1. കൗണ്ടർ C1 ഓഫ് 1 എന്ന് വിളിക്കുമ്പോൾ അത് കോൾ ചെയ്യുമ്പം എന്താവും, ഐക്ക് 1 എന്ന വാല്യൂ പോവും. ആ വാല്യൂ ഐ ഡിക്ക് പാസ്സാവും. അപ്പോൾ ഔട്ട്പുട്ട് എന്ത് വരും? കൺസ്ട്രക്ടർ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ഐ ഡി ഈക്വൽ ടു 1 എന്ന് ഔട്ട്പുട്ട് വരും. ഇനി അടുത്തത് കൗണ്ടർ C2 ഓഫ് 2 എന്ന ഒബ്ജക്റ്റ് കോൾ ചെയ്യുമ്പം ഐയുടെ വാല്യൂ 2 ആവും. ഐ ഡിക്ക് ആ വാല്യൂ പാസ് ചെയ്യും. ഔട്ട്പുട്ട് കൺസ്ട്രക്ടർ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ഐ ഡി ഈക്വൽ ടു 2 എന്ന ഔട്ട്പുട്ടും വരും. ഇനി അടുത്ത നമ്മുടെ ലാസ്റ്റ് ഒബ്ജക്റ്റ് കൗണ്ടർ C3 ഓഫ് 3 എന്ന് കോൾ ചെയ്യുമ്പം ഐയുടെ വാല്യൂ 3 ആവും. ഐ ഡിക്ക് ആ 3 എന്ന വാല്യൂ പാസ് ചെയ്യും. അവസാനം ഔട്ട്പുട്ട് കൺസ്ട്രക്ടർ വിത്ത് ഒബ്ജക്റ്റ് ഐ ഡി ഈക്വൽ ടു 3 എന്ന ഔട്ട്പുട്ടും വരും. ഇനി നമ്മൾ ആ മെയിൻ്റെ എൻഡ് കാണിക്കാൻ വേണ്ടി, ഇവിടെ മെയിൻ അവസാനിക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്, എൻഡ് ഓഫ് മെയിൻ. അപ്പോൾ അതും ഔട്ട്പുട്ടായിട്ട് പ്രിൻറ്റ് ചെയ്യും. ഇനി ഗെറ്റ് CH. അപ്പോൾ എന്തായി, പ്രോഗ്രാം സ്റ്റോപ്പ് ആവുകയാണ്. അതായത് കൺസ്ട്രക്ടർ ക്ലോസ് ആയെന്ന് മനസ്സിലാവും. അപ്പോൾ എന്താവും, ഡിസ്ട്രക്ടർ കോൾ ആവും. ഈ ഡിസ്ട്രക്ടർ പ്രിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിസ്ട്രക്ടർ കോൾ ആകുമ്പം അവസാനം നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന വാല്യൂവിനെ, അവസാനം ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിനെ ആയിരിക്കും ആദ്യമേ ഡി ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അപ്പം ആദ്യത്തെ ഔട്ട്പുട്ട് എന്ത് വരും, ഡിസ്ട്രക്ടർ വിത്ത് ഐ ഡി ഈക്വൽ ടു ഒബ്ജക്റ്റ് 3നെ ആയിരിക്കും ആദ്യം ഡി ഇനിഷ്യലൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഡിസ്ട്രക്ടർ വിത്ത് ഐ ഡി ഈക്വൽ ടു 3 എന്ന് വരും. അതിന് ശേഷം സെക്കൻഡ് ഒബ്ജക്റ്റിനെ ആയിരിക്കും. അപ്പം ഔട്ട്പുട്ട് ഡിസ്ട്രക്ടർ വിത്ത് ഐ ഡി ഈക്വൽ ടു 2 എന്ന് വരും. അവസാനം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒബ്ജക്റ്റിനെ ആയിരിക്കും ഡി ഇനിഷ്യലൈസ് ചെയ്യുക. ഡിസ്ട്രക്ടർ വിത്ത് ഐ ഡി ഈക്വൽ ടു 1 എന്ന് വരും. നമുക്കിനി ഔട്ട്പുട്ട് നോക്കാം. ആദ്യം കൺസ്ട്രക്ടേഴ്സിൻ്റെ ഔട്ട്പുട്ട് വന്നു. ആദ്യത്തെ കൺസ്ട്രക്ടർ C1നെ കോൾ ചെയ്തപ്പം കൺസ്ട്രക്ടർ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ഐ ഡി ഈക്വൽ ടു 1 എന്ന് പ്രിൻറ്റ് ചെയ്തു. C2നെ കോൾ ചെയ്തപ്പം കൺസ്ട്രക്ടർ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ഐ ഡി 2 എന്ന് വന്നു. C3നെ കോൾ ചെയ്തപ്പം കൺസ്ട്രക്ടർ ഓഫ് ഒബ്ജക്റ്റ് വിത്ത് ഐ ഡി ഈക്വൽ ടു 3 എന്ന് വന്നു. ആ വോയിഡ് മെയിൻ ഇൻറ്റ് ചെയ്തെടുത്ത് എൻഡ് ഓഫ് മെയിൻ എന്ന് പ്രിൻറ്റ് ചെയ്തു. അതിന് ശേഷം ഡിസ്ട്രക്ടർ ആക്ട് ചെയ്തു. ആദ്യമേ C3നെ ഡിസ്ട്രക്ട് ചെയ്തു, പിന്നെ C2നെ ഡി ഇനിഷ്യലൈസ് ചെയ്തു, അവസാനം C1നെ ഡി ഇനിഷ്യലൈസ് ചെയ്തു.